ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ ചേരുന്നു. ഫാസിൽ, ഏറ്റവും നല്ല നടിക്കുള്ള പുരസ്കാരം ഫെമിനിച്ചി ഫാത്തിമയെ ധന്യയാക്കിയ, അഭിനയത്തിലൂടെ മികച്ച ഇതാക്കിയ ഷംലയ്ക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് മറ്റ് അംഗീകാരങ്ങൾ കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെ നോക്കുന്നു ഈ പുരസ്കാര ലബ്ധിയെ? ഹലോ ഫാസിൽ, കേൾക്കാമോ? യെസ്, പുരസ്കാര ലബ്ധിയെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഭയങ്കര സന്തോഷത്തിലാണുള്ളത്. ആദ്യത്തെ സിനിമയാണ്, അത് വളരെ ചെറിയ രീതിയിൽ ചെയ്ത സിനിമയാണ്, നമ്മുടെ നാട്ടിലും നാട്ടുകാരെയൊക്കെ ഉൾപ്പെടുത്തി ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ അവാർഡുകൾ കിട്ടി, നമുക്കൊരു മികച്ച രണ്ടാമത്തെ ചിത്രമായിട്ട് കിട്ടി, പിന്നെ മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടി, ത്രിപുര സംവിധാനമുള്ള അവാർഡ് കിട്ടി. സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. ഫാസിൽ, പുരസ്കാരം പ്രതീക്ഷിച്ചിരുന്നോ? ഫാസിൽ പ്രതീക്ഷിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എന്തെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു. ലൈഫ് ഓഫ് സ്കെയിലും മറ്റ് പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്ക് അവാർഡുകൾ കിട്ടുമ്പോൾ സ്റ്റേറ്റ് അവാർഡിൽ കൂടി കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫാത്തിമയ്ക്കായിട്ട് ഷംലയെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? ഷംലയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഷംല, ഞാൻ 1001 എന്ന് പറഞ്ഞ സിനിമയിലെ സ്പോട്ട് എഡിറ്റർ ആയിരുന്നു. ഞാൻ എന്റെ സുഹൃത്ത് താമറാണ് അതിന്റെ ഡയറക്ടർ ചെയ്തുള്ളത്. എന്റെ ഈ ഫാത്തിമയുടെ പ്രൊഡ്യൂസറും പുള്ളിയും കൂടി ആണ്. അപ്പോൾ ഞങ്ങൾ അന്നു മുതലേ അറിയുന്ന ബന്ധമാണ് ഷംലയായിട്ട്. അപ്പോൾ ഷംല, ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ വന്നപ്പോൾ തന്നെ ഞാൻ കാസ്റ്റ് ചെയ്ത് അത് മനസ്സിലുണ്ടായിരുന്ന ഷംലയായിരുന്നു. ഷംലയെ കുറിച്ച് സംസാരിച്ച്, ഷംല ദുബായിലായിരുന്നു. അപ്പോൾ അവൾ സംസാരിച്ച്, അവൾക്ക് കഥ ഇഷ്ടപ്പെട്ടു, നമുക്ക് ചെയ്യാമെന്നുള്ള പ്ലാനിലെത്തി. അങ്ങനെ നാട്ടിൽ വരുമ്പോൾ അവൾക്ക് കുട്ടി ഉണ്ടായ സമയമായിരുന്നു. കുട്ടി ഒന്നുകൂടി വലുതാൻ വേണ്ടി കുറെ വെയിറ്റ് ചെയ്ത്, കുറച്ച് സമയം വെയിറ്റ് ചെയ്ത്, അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്ത്. ഷംല അഭിനയം പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ആദ്യത്തെ അനുഭവമാണ്. അവർ രണ്ടാമത്തെ സിനിമയാണ് അല്ലേ? രണ്ടാമത്തെ സിനിമയിലാണ് മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതെ. യെസ്, ഫാസിലിന്റെ പുതിയ പ്രൊജക്ടുകൾ എന്തൊക്കെയാ? ഇപ്പോഴും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത സിനിമക്കായിട്ടുള്ള. ആണല്ലേ? അപ്പൊ ഇനിയും കൂടുതൽ പുരസ്കാരങ്ങൾ നേടാൻ ഫാസിലിന് സാധിക്കട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. സന്തോഷം. താങ്ക് യു. ഓക്കെ.